മാസങ്ങളായി തുടരുന്ന സൈനിക സംഘർഷം അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തെ ഗൗരവമായി ബാധിക്കുന്നുവെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുന്നത്. ഫോക്സ് ന്യൂസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് ഈ വിഷയത്തെ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് അമേരിക്കയുടെ പ്രധാന മിസൈൽ പ്രതിരോധ ഇന്റർസെപ്റ്ററുകളുടെ ശേഖരം ഗണ്യമായി കുറഞ്ഞതിനെ തുടർന്ന് നിലവിൽ തുടരുന്ന സൈനിക പ്രതികരണങ്ങൾ ഇതേ കാലം എത്ര കാലം കൂടി തുടരാൻ കഴിയുമെന്ന ആശങ്ക പെന്റഗണിലെ സൈനിക ആസൂത്രകരിൽ ഉയർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ നീണ്ടു നിൽക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഫോക്സ് ന്യൂസ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പ്രധാന വിവരങ്ങൾ സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് എന്ന അമേരിക്കൻ ഗവേഷണ സ്ഥാപനത്തിന്റെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ്. പ്രതിരോധ നയങ്ങളും ആഗോള സുരക്ഷാ വിഷയങ്ങളും പഠിക്കുന്ന പ്രമുഖ സ്ഥാപനങ്ങളിലൊന്നാണ് CSIS. ഈ സ്ഥാപനം ശേഖരിച്ച കണക്കുകൾ പ്രകാരം മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ശക്തമാകുന്നതിന് മുമ്പ് അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈൽ ഇന്റർസെപ്റ്ററുകളുടെ ശേഖരം ഏകദേശം 2300 യൂണിറ്റുകളായിരുന്നു. എന്നാൽ നിലവിലിത് 827 താഴെയായി കുറഞ്ഞിരിക്കുകയാണ്. അതായത് വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ 1000-ലധികം ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിക്കുകയോ മാറ്റി സ്ഥാപിക്കപ്പെടാതെ ശേഖരത്തിൽ നിന്ന് നഷ്ടപ്പെടുകയോ ചെയ്തുവെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പാട്രിയറ്റ് മിസൈൽ സംവിധാനം അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമ പ്രതിരോധ ആയുധങ്ങളിൽ ഒന്നാണ്. ശത്രുരാജ്യങ്ങൾ വിക്ഷേപിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെയും ക്രൂയിസ് മിസൈലുകളെയും യുദ്ധവിമാനങ്ങളെയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തകർക്കാൻ ഈ സംവിധാനം ഉപയോഗിക്കുന്നു. അമേരിക്ക മാത്രമല്ല, നിരവധി സഖ്യരാജ്യങ്ങളും പാട്രിയറ്റ് സംവിധാനത്തെ അവരുടെ ദേശീയ പ്രതിരോധത്തിന്റെ നിർണായക ഘടകമായി കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ശേഖരത്തിലുണ്ടായ ഇടിവ് ഒരു സാധാരണ കണക്കല്ലെന്നും അമേരിക്കയുടെ ദീർഘകാല പ്രതിരോധ സന്നദ്ധതയെ ബാധിക്കുന്ന വിഷയമാണെന്നും പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന് സമാനമായ മറ്റൊരു ആശങ്കാജനകമായ കണക്ക് താഡ് എന്ന അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്. ഫോക്സ് ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് CSIS വിലയിരുത്തലിൽ താഡ് ഇന്റർസെപ്റ്ററുകളുടെ ശേഖരവും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഏകദേശം 452 യൂണിറ്റുകൾ ഉണ്ടായിരുന്ന ശേഖരം ഇപ്പോൾ 278 താഴെയായി ചുരുങ്ങിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഉയർന്ന അന്തരീക്ഷ പാളികളിൽ വെച്ച് ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ രൂപകൽപ്പന ചെയ്ത സംവിധാനമായതിനാൽ അമേരിക്കയുടെ തന്ത്രപ്രധാന പ്രതിരോധ സംവിധാനത്തിൽ താഡിന് അതീവ നിർണായക സ്ഥാനമാണുള്ളത്. CSIS മുന്നറിയിപ്പ് നൽകുന്ന മറ്റൊരു പ്രധാന വിഷയവും ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിന് പുറമെ, അതായത് ഉദാഹരണത്തിന് പസഫിക് മേഖലയിൽ പെട്ടെന്നൊരു വലിയ സൈനിക പ്രതിസന്ധി രൂപപ്പെട്ടാൽ നിലവിലുള്ള മിസൈൽ പ്രതിരോധ ശേഖരം അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് ചൈനയോ ഉത്തര കൊറിയയോ ഉൾപ്പെട്ട ഒരു പുതിയ പ്രതിസന്ധി ഉണ്ടായാൽ ആവശ്യമായ ഇന്റർസെപ്റ്ററുകൾ ഉടൻ വിന്യസിക്കാൻ പ്രയാസമുണ്ടാകാമെന്നാണ് വിദഗ്ധരുടെ ആശങ്ക. നിലവിലെ ശേഖരനില കണക്കിലെടുത്താൽ ആവശ്യമായ കരുതൽ ശേഖരം പുനർനിർമ്മിക്കാൻ കുറഞ്ഞത് 3 വർഷമെങ്കിലും വേണ്ടി വരുമെന്നാണ് CSIS വിലയിരുത്തുന്നത്. ഈ സാഹചര്യം അമേരിക്കയുടെ വിദേശ സൈനിക താവളങ്ങളെയും അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയെക്കുറിച്ചും പുതിയ ചർച്ചകൾക്ക് വഴിതെളിക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അമേരിക്കയ്ക്ക് നിരവധി സൈനിക താവളങ്ങളും പ്രതിരോധ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടങ്ങളിലേക്കുള്ള മിസൈൽ ആക്രമണങ്ങൾ തടയാൻ പാട്രിയറ്റും താഡ് സംവിധാനങ്ങളും നിർണായകമാണ്. എന്നാൽ ഈ സംവിധാനങ്ങളുടെ ശേഖരം കുറയുന്നത് ഭാവിയിൽ ഒരേ സമയം ഒന്നിലധികം മേഖലകളിൽ പ്രതിസന്ധി ഉണ്ടായാൽ അമേരിക്കയുടെ പ്രതികരണ ശേഷിയെ ബാധിക്കാമെന്നാണ് പ്രതിരോധ വിശകലനക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കുറവ് പരിഹരിക്കാനായി പെന്റഗൺ വൻതോതിലുള്ള പുതിയ വാങ്ങൽ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2026 സാമ്പത്തിക വർഷത്തിലേക്കുള്ള $67 ബില്യൺ അടിയന്തര ധനസഹായ നിർദ്ദേശത്തിൽ ഏകദേശം $18.2 ബില്യൺ പ്രത്യേകമായി പാട്രിയറ്റ് മിസൈലുകളും താഡ് സംവിധാനങ്ങളും അമേരിക്കൻ നാവികസേനയുടെ ടോമാഹോക്ക് ക്രൂയിസ് മിസൈലുകളും വാങ്ങുന്നതിനായി മാറ്റിവെച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. നിലവിലെ ശേഖരക്കുറവ് പരിഹരിക്കുന്നതിനൊപ്പം ഭാവിയിലെ സുരക്ഷാ ആവശ്യങ്ങൾ മുൻകൂട്ടി കണക്കിലെടുത്താണ് ഈ തീരുമാനം എടുത്തതെന്നാണ് വിലയിരുത്തൽ. ഇതോടൊപ്പം അമേരിക്കയുടെ പ്രതിരോധ തന്ത്രത്തിലും ശ്രദ്ധേയമായ മാറ്റം പ്രകടമാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 2027 പ്രാഥമിക പ്രതിരോധ ബജറ്റ് അഭ്യർത്ഥന പരിശോധിക്കുമ്പോൾ സൈന്യം ആവശ്യപ്പെട്ടിരിക്കുന്ന പുതിയ ആയുധങ്ങളിൽ ഏകദേശം പകുതിയോളം $6 ലക്ഷം അതിൽ താഴെ വിലയുള്ള താരതമ്യേന ചെലവ് കുറഞ്ഞ യുദ്ധ ഉപകരണങ്ങളാണ്. വലിയ ചിലവുള്ള അത്യാധുനിക ആയുധങ്ങളിൽ മാത്രം ആശ്രയിക്കുന്നതിന് പകരം കൂടുതൽ വേഗത്തിൽ നിർമ്മിക്കാനും എളുപ്പത്തിൽ വിന്യസിക്കാനും കഴിയുന്ന കുറഞ്ഞ ചെലവുള്ള ആയുധങ്ങൾക്കും അമേരിക്ക ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നുവെന്ന സൂചനയാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. എന്നിരുന്നാലും ഈ കണക്കുകൾ അമേരിക്കൻ സർക്കാരിന്റെ ഔദ്യോഗിക സ്ഥിരീകരണമല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന വിവരങ്ങൾ ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ഉദ്ധരിച്ച CSIS തയ്യാറാക്കിയ വിശകലനങ്ങളെയും ലഭ്യമായ ഡാറ്റയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിനാൽ ഇവയെ ഒരു ഗവേഷണ സ്ഥാപനത്തിന്റെ വിലയിരുത്തലായി കാണേണ്ടതാണ്. പെന്റഗൺ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ വ്യത്യസ്തമായ കണക്കുകൾ പുറത്തുവിടുകയോ കൂടുതൽ വിശദീകരണം നൽകുകയോ ചെയ്താൽ സാഹചര്യം മാറാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ ദീർഘകാലമായി തുടരുന്ന സംഘർഷം അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ ശേഖരത്തിൽ ഗണ്യമായ സമ്മർദ്ദം സൃഷ്ടിച്ചുവെന്നാണ് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് CSIS ഡാറ്റ ഉദ്ധരിച്ച് വ്യക്തമാക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക വൻതോതിൽ പുതിയ ആയുധങ്ങൾ വാങ്ങാനും പ്രതിരോധ തന്ത്രം പുനർക്രമീകരിക്കാനും നീങ്ങുകയാണ്.
എന്നാൽ ഈ നടപടികൾ എത്ര വേഗത്തിൽ ഫലം കാണുമെന്നും ആഗോള സുരക്ഷാ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ പ്രതിരോധ ശേഷി എങ്ങനെ മാറുമെന്നതും വരും മാസങ്ങളിൽ വ്യക്തമാകുന്ന പ്രധാന വിഷയങ്ങൾ തന്നെയായിരിക്കും.